നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ മത്തിക്കറി ഉണ്ടാക്കി നോക്കിയാലോ? അത് ചിലവരൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ രീതിയിലൊക്കെ. ഇതറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കണവർ വിചാരിക്കും കേട്ടോ, ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണല്ലോ ഉണ്ടാക്കണേന്ന്. അതുകൊണ്ട് പ്രത്യേകം പറയാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ച് തിന്നിട്ട് കൊടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴന്നു വരും, അതായത് ബ്രൗൺ നിറമൊന്നും ആയിക്കോണ്ട കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഉണ്ടാവില്ലേ, ഒന്ന് പറിച്ച് കുറച്ചങ്ങോട്ട് ഇട്ടോ. പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ ഉള്ളി ചതച്ച കേട്ടോ. പരമാവധി ഇതിൽ ഉള്ളി തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ, കാരണം ഉള്ളി ഇട്ടാലാണ് ആ ടേസ്റ്റ് നിൽക്കോളെ. സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് മാറും, വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ പരമാവധി ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഞാൻ സാധാ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടിയുടെ കൂടെ നമ്മൾ സാധാ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഇളക്കി 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 കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലൊരു മണമൊക്കെ വരും. ഇതേ കണ്ടോ, പരമാവധി തീയൊന്ന് കുറച്ചിടാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഈ സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാനൊന്ന് അരച്ചാണ്ട് ചേർത്തേക്കുന്നത്. അതിപ്പോൾ 1.5 തക്കാളി ഉണ്ട്, അത് ഞാൻ നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ആ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് ചിറ്റിച്ച് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അരച്ചു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം കൊഴുപ്പായി. നമ്മളിതിൽ തേങ്ങ അരക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരച്ചു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. സാധാരണ തക്കാളി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും കൊഴുപ്പായിട്ട് നമുക്ക് കറി കിട്ടില്ല. അപ്പോൾ ഞാൻ തക്കാളി നന്നായി ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഈ വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് എത്ര വേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഇട്ടുണ്ടായിട്ട് അത് വീഡിയോയിൽ പെട്ടുണ്ടായില്ല. പിന്നെ ഇട്ട് കൊടുത്താണ് കേട്ടോ ആ ഉപ്പ്. പിന്നെ ഇട്ടത് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായി, കഴുകി ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ട നല്ല വെണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചാള ഞങ്ങൾ ഇത് നന്നാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചാളയുടെ തലയൊന്നും കളയാറൊന്നുമില്ല. വീട്ടിൽ തല കളഞ്ഞാൽ ചേട്ടൻ പറയും എന്തിനടി തല കളഞ്ഞ് അതും കൂടി ഇട്, ചാളയുടെ തലയൊക്കെ വറുക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. നമ്മളൊക്കെ ചാളയുടെ തലയൊക്കെ ചുമ്മാ വറക്കും കേട്ടോ, മുളകൊക്കെ തേച്ച് സാധാരണ മീൻ വറുക്കണ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ മീനും ഞാൻ അതേപോലെ ഉണ്ട് നന്നാക്കിയാണ്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ അടച്ച് വെച്ച് വേവിക്കാം. 2 മണിക്കൂർ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊന്നും ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്തോളൂ. നന്നായി ഒന്ന് അധികം ഇട്ട് ഇളക്കിയാലേ മീനൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഒരു പൊടിയും കൂടി ചേർക്കണ്ട കേട്ടോ. കുറച്ച് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉലുവയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. അടിപൊളി ജമണ്ടൻ കറിയാണ് കേട്ടോ. അത് മത്തിക്കറി ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിട്ടോ, ഒരു വെറൈറ്റി ആയിട്ട്. പക്ഷെ ഇത് തേങ്ങ അരച്ച കറിയാണെന്നേ പറയുള്ളൂ കേട്ടോ. ചോറിലേക്ക് ഒഴിച്ച് നല്ല കൊഴുപ്പോട് കൂടി തന്നെ കിടക്കും കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ മത്തി വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ലാസ്റ്റ് ഇടുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അതായത് ഉലുവ പൊടി, അത് മസ്റ്റാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ മീൻകറി കൂട്ടാം. മീൻകറി പിന്നെ എന്തിനും കോമ്പിനേഷൻ തന്നെയാണല്ലോ. അല്ല കപ്പയുടെ കൂടെയൊക്കെ, കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ മീൻകറി അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.